ഒരിടത്തൊരിടത്ത് എന്നുള്ള ടാസ്കിൽ ഷൈത്യയുടെ സ്റ്റോറിയുടെ അതിന്റെ ഇടയിൽ ആര്യൻ ചിരിച്ചതും അതിനപ്പുറം എണീറ്റ് നിന്ന് ഫൈറ്റ് ചെയ്തതും അവസാനം ആര്യൻ ചെരുപ്പൂരി എറിഞ്ഞതും ഒരു പ്രൊമോ വന്നിടം തൊട്ട് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ഷൈത്യയുടെ സ്റ്റോറിയിൽ എന്തായിരുന്നു ഇത്ര ചിരിക്കാൻ. ശരിക്കും ഷൈത്യയുടെ സ്റ്റോറിയിൽ ചിരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരായിട്ട് ക്രിയേറ്റ് ചെയ്ത വലിയൊരു ഡ്രാമ, വലിയൊരു കള്ളത്തരം, അതിൽ ജിസേല്, ആര്യൻ, ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഫേവറൈറ്റിസം, ഇതെല്ലാം ഇവിടെ ഭയങ്കര വ്യക്തമായിട്ട് തെളിയുകയാണ്. ഇപ്പോൾ ലൈവിൽ അത് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലൈവിൽ ഇത് സംഭവിക്കുന്നത്. പക്ഷെ ലൈവിൽ ഈ ഷൈത്യയുടെ ഈ ഒരു ടാസ്കിന്റെ ഇടയിൽ കംപ്ലീറ്റ് എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചു തരുന്നില്ല. പകരം അത് എപ്പിസോഡിലായിരുന്നു കംപ്ലീറ്റ്ലി വിസിബിൾ ആയത് എന്നെനിക്ക് തോന്നി. അതിൽ ആര്യൻ അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ചിരിക്കുക എന്ന് പറഞ്ഞാൽ ജിസേലിന്റെ തോളത്ത് കമന്ന് കടന്ന് ചിരിക്കുകയാണ്. പക്ഷെ ജിസേല് എന്നിട്ട് എന്തുകൊണ്ട് ആര്യൻ ചിരിച്ചതല്ല കരഞ്ഞതാണ് എന്ന് കള്ളം പറഞ്ഞു. അത് മാത്രമല്ല, ഒരുപാട് നേരം നീണ്ടു നിന്ന ആ ഒരു കോൺവെർസേഷനിൽ ജിസേൽ ഒരിക്കൽ പോലും ആര്യനെ ഒറ്റുകൊടുത്തില്ല. അല്ലെങ്കിൽ ആര്യൻ കരഞ്ഞതാണ്, വേദന കൊണ്ട് കരഞ്ഞതാണ് എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇനിയും ആൾക്കാർ സ്ട്രോങ് ആയിട്ട് അതങ്ങോട്ട് സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ജിസേല് പറയുന്നത് ലാലേട്ടൻ വരട്ടെ, കാണിച്ചു തരട്ടെ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ജിസേലിന് ബിഗ് ബോസിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജിസേലിന് അറിയാം ബിഗ് ബോസ് ഇതൊന്നും അങ്ങനെ കാണിക്കില്ല. നമ്മൾ കണ്ണടച്ച് ഇല്ല, ഞാൻ ചെയ്തില്ല, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കട്ടിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല, അനു അങ്ങനെ ചെയ്തു, ആര്യൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ രക്ഷപ്പെടാൻ പറ്റും എന്നെങ്ങാനും അവൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സംഭവിച്ചത്, ഈ ഒരു ടാസ്ക് നടന്നപ്പോൾ ശൈത്യ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടക്കം മുതലേ ആര്യൻ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൗണ്ടർ അടിക്കുന്ന കാര്യം റെനയാണ് അവിടെ തുറന്നു പറഞ്ഞത്. അങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരുന്ന ഓരോ ഗോഷ്ടിയൊക്കെ റെനയെ നോക്കി കാണിച്ചപ്പോൾ റെനയ്ക്ക് ചിരി വന്നു. അങ്ങനെയാണ് റെന ചിരിച്ചത് എന്ന് അവസാനം ഈ അടിയുടെ തുടക്കം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സരികയും ഇക്കൂട്ടത്തിലുണ്ട്. കാരണം അബി ചെന്ന് അടിക്കാൻ ആര്യന്റെ അടുത്തോട്ട് പോകുമ്പോൾ ആര്യൻ അപ്പോഴേ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ചിരിച്ചിട്ടില്ല, എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ കരഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അതിൽ അബി കൺവിൻസ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ അബി തെറ്റിദ്ധരിച്ചിട്ട് റെന ചിരിച്ചു, നിങ്ങൾ പലരും ചിരിച്ചു, സരിക ചേച്ചി ചിരിച്ചു എന്ന് അബി പറയുമ്പോൾ അത് റെന അന്നേരം തർക്കിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒനീൽ കയറി ഇടപെടുകയാണ്. ഒനീലിന്റെ വായിന്ന് വരുന്നത് ചീത്ത മാത്രമല്ല, വളരെ വൃത്തികെട്ട വാക്കില് നീ പോടി പുല്ലേ, നീ വളർന്നിട്ടില്ല, നീ വളരടി എന്നൊക്കെ പറഞ്ഞിട്ട് റെനയെ ശരിക്കും പറയുന്നുണ്ട്. റെനയും വിട്ടുകൊടുക്കത്തില്ല. റെന പിന്നെ അറിയാലോ, തിരിച്ച് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനപ്പുറം കൊടുത്തോണ്ടിരിക്കും, ഒരു കാര്യവുമില്ലാതെ വള്ളി പിടിച്ചു വെക്കും. അങ്ങനെ അവർ തമ്മിൽ വഴക്കടിക്കുന്നതിനിടയിൽ ഈ ടാസ്കിന്റെ ഇടയിൽ തന്നെ ലൈവില് അക്ബറും ഷാനവാസും കൂടെ ഇത് കണ്ടിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അക്ബർ അപ്പൊ ചാടി വീഴാൻ പോയപ്പം ഷാനവാസ് ആണ്, ഇല്ല അക്ബറെ വെയിറ്റ് ചെയ്യ്, അങ്ങനെ പോകരുത്, നീ അടങ്ങിയിരിക്കുക എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്രഷനിൽ ഷാനവാസ് കൂളാക്കുന്നുണ്ട്. വളരെ മാന്യമായിട്ട് ഷാനവാസ് എന്നിട്ട് വീണ്ടും റെനയോടും അതുപോലെ ഒനീലിനോടും മര്യാദയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത്, എന്തായിരുന്നു, വേദന എടുത്തിട്ടാണോ, എല്ലാവരുടെയും ഭാഗം കേൾക്കാൻ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ പോലും ജിസേൽ ഉൾപ്പെടെ എല്ലാവരും ആര്യനെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്തു. റെന കാര്യം പറയുന്നുണ്ടെങ്കിലും റെന അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതായത് റെന പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കുക, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എന്തിനാ ചിരിച്ചെന്ന് നിങ്ങൾ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ സരിക പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് കേൾക്കുക, എന്നാലല്ലേ നിങ്ങൾക്ക് അടിയുണ്ടാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സരികയും അവിടെ ശരിക്കും പറഞ്ഞാൽ സേഫ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ഒരു വിഷയം വലിയ ചർച്ചയായിട്ട് മാറുമ്പോൾ രേണു സുതി എല്ലാം കണ്ടുകൊണ്ട് മാറി കൈയും കെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് അവരെന്തോ പറയുന്നു ഇവരെന്തോ പറയുന്നു എന്നൊഴിച്ച് ബാക്കി എല്ലാവരും, ഷാരിക, ബിന്നി, ആദില, നൂറ, ഇവരെല്ലാം കൂടെ കൂട്ടം കൂടി അതിനകത്ത് ബിന്നി പറയുന്ന, ഇടയ്ക്ക് ജിസേലിനെ കുറിച്ച് ബിന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. ജിസേൽ എന്തുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനൊരു സംസാരം വന്നു, അതായത് ആര്യൻ കരഞ്ഞു, ആര്യൻ ചിരിച്ചില്ല എന്നൊക്കെ പിന്നെയും എന്തുകൊണ്ട് സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത്. അതിൽ ബിന്നി പറയുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, ഇവിടെ എല്ലാവരും ഭയങ്കര ഹ്യൂമാനിറ്റി ആയിട്ട് കാണുന്നതല്ലേ ജിസേലിനെ, എന്നിട്ട് കാണ് ജിസേലിന്റെ ഹ്യൂമാനിറ്റി എന്ന് ബിന്നി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇന്ന് ബിന്നിയും ഇതേ കണക്കൊരു ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ടച്ചിങ് ആയിരുന്നു, വളരെ സിൻസിയർ ആയിട്ട് അതിന്റെ ആ ഒരു ലൈഫ് സ്റ്റോറി മാക്സിമം എക്സ്പ്രസ് ചെയ്ത് പറയാൻ ബിന്നിക്കും കഴിഞ്ഞിരുന്നു. അപ്പം ബിന്നി അക്കൂട്ടത്തിൽ പറഞ്ഞത് ജിസേലിനും ആര്യനും ഒന്നും ഇതുപോലത്തെ ലൈഫ് സ്റ്റോറി കാണത്തില്ല എന്ന് കരുതിയിട്ട് എന്നവിടെ ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുറേ അധികം ടച്ചിങ് ഡയലോഗ്സ് ഒക്കെ പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അനീഷ് വരെ ഇവരെല്ലാം പിടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ്. അതായത് ഈ ഒരു വലിയ വഴക്ക് രാത്രിയിൽ, അതും ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഇതിന്റെ ഇടയിലാണ് ഈ രാത്രിയിൽ ഇത്രയും വഴക്ക്. അപ്പോഴും ഈ അനീഷും ഷാനവാസും അക്ബർ ഉൾപ്പെടെ എല്ലാവരും, അക്ബറിനെ ഞാൻ എടുത്തു പറയുന്നതിന്റെ റീസൺ, ഓൾവേസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അക്ബറാണ് പൊട്ടിത്തെറിക്കാറ്. പക്ഷെ അക്ബർ ഉൾപ്പെടെ എല്ലാവരെയും ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ ഒന്നിയിൽ
റെനയുടെ ബോയ് ഫ്രണ്ടിനെ ചേർത്ത് വെച്ചിട്ട് ഓൾറെഡി ഒനീൽ പറയുന്നുണ്ട്, നിനക്കൊക്കെ എന്തോ ലൈഫ് സ്റ്റോറി ഉണ്ട്, നിനക്കൊക്കെ കുറെ ഫോളോവേഴ്സിന്റെയും കഥയും പിന്നെ അതുപോലെ തന്നെ ബോയ് ഫ്രണ്ടിന്റെ കഥയും, നീ അവൻ്റെ അടുത്ത് പോയി വേറൊരു വർത്തമാനമാണ് ഒനീൽ അവിടെ റെനയെ കുറിച്ച് പറഞ്ഞത്. അത് കേട്ടിട്ട് അക്ബർ തടയുന്നുണ്ട്. ഒനീലെ നീ ചീത്ത വിളിച്ചോ, ഒനീലെ നിന്റെ വായി നീ വരുന്നത് തെറ്റ്. അപ്പൊ അനുമോൾ ഇത് കേട്ടിട്ട് എന്ത് വിളിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അക്ബർ അനുമോളടുത്തും അത് പറയുന്നില്ല, ചീത്തയല്ല, ഇവൻ വേറെ പലതും വിളിക്കുന്നുണ്ട്, അതൊന്നും തെറ്റാണ്. അപ്പം അനുമോളും അനീഷും കൂടെ ഒനീലിനെ അവിടെ ഇരുത്തിയിട്ട് പറയുന്നുണ്ട്, ഇത് ഒരുപാട് പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അതിനെ പോലും അനുമോൾ ആ പറഞ്ഞതിനെ പോലും പുച്ഛത്തോടെ തള്ളിക്കളയാണ് ഒനീൽ. ശരിക്കും പറഞ്ഞാൽ ഒനീലിനും അതുപോലെ ഒരു പരിധി വരെ അഭിക്കും ശരിക്കും ഒരു എന്താ പറയുക പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമല്ല. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു ബോധമില്ല. ആ ബോധം റെനയ്ക്കുണ്ട്. പക്ഷെ റെന ഇതൊരു കോണ്ടന്റ് ആണ്, ഇങ്ങനെയും ഒരു കോണ്ടന്റ് ആണ്, അത് മനസ്സിലാക്കാനുള്ള പക്വതയെ 19-കാരിയായിട്ടുള്ള റെനയ്ക്കുള്ളൂ. കാരണം കുറെ കാണാതെ പഠിച്ച കുറെ ഫിലോസഫീസ് ആണ് റെനയ്ക്കുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനുശേഷം ഒനീലിന്റെ ഒക്കെ ഈ സംസാരം കേൾക്കുമ്പോൾ നൂറ, ആദില ഇവരെല്ലാവരും പരസ്പരം പറയുന്നുണ്ട്, അയ്യോ ഇവരുടെ ഒന്നും നാക്കിന്ന് വരുന്നത് എന്ത് വൃത്തികേടാണ്. കാരണം ഓൾമോസ്റ്റ് നമ്മളൊന്നും ഇത് ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈവിൽ കുറെ മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈവ് പോലും കാണുന്നത്. അത്രയ്ക്ക് വൃത്തികേടാണ് അവർ ഈ ആണുങ്ങൾ ഈ പറയുന്ന ചീത്തവാക്കുകൾ. ഇത്രയും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സീസണിൽ ലൈവിലൊക്കെ കാണുമായിരുന്നിരിക്കാം. അത്രയ്ക്ക് മോശം വാക്കുകളാണ് ഒനീലിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പിന്നെ എന്തുകൊണ്ട് ജിസേലിനെ കുറെ പേര് ഇപ്പോൾ ജിസേൽ ആര്യനൊപ്പം തന്നെയാണ് വീണ്ടും നിൽക്കുന്നത്. ആദ്യം വന്ന് ആ ജിസേലിനോട് ഈ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഷാനവാസാണ്. ഷാനവാസ് വന്നിട്ട് ജിസേലിനോട് പറയുന്നത്, നീ എന്തിനാണ് എല്ലാത്തിനും ഇപ്പൊ ആര്യനെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്? ആര്യനെ ഇത്ര കൂടുതൽ നീ ഇങ്ങനെ ചെയ്യുമ്പോൾ, ടാസ്കിനകത്തായിക്കോട്ടെ മറ്റ് പല കാര്യങ്ങളിനകത്തും ആര്യനെ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു ഫേവറൈറ്റിസം ആയിട്ട് മാറുന്നുണ്ട്. ഉടനെ അക്ബർ വന്നിട്ട് ഈ ഷാനവാസിന്റെ ഒപ്പം കൂടി ജിസേലിനെ വീണ്ടും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജിസേലിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അപ്പൊ ആദില, നൂറ, സരിക എല്ലാവരും വരുന്നുണ്ട് ജിസേലിനൊപ്പം. എന്നിട്ട് ജിസേലിനോട് പറയാണ്, എന്തിനാണ് നീ ഇങ്ങനെ എപ്പോഴും ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നത്, എപ്പോഴും ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിസേല് അത് ആര്യൻ അങ്ങനെ ചെയ്തിട്ടില്ല, ആര്യൻ അങ്ങനെ ചെയ്യില്ല, ആര്യന് പെയിൻ ഉണ്ടായിരുന്നു. ഒരു ക്യൂട്ട്നെസ് ഓവർലോഡ് ആയിട്ടുള്ള ഒന്നും അറിയാത്ത പാവം ഏതോ ഒരു മുംബൈക്കാരി ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. അനുമോളോട് ഇതുകൊണ്ടാണ് ഒരു റെസ്പെക്ട് തോന്നുന്നത്. ജിസേൽ ശരിക്കും പറഞ്ഞാൽ അത്ര കൊച്ചുകുട്ടിയാണോ? ആ ജിസേലിനെ കാട്ടിയും എന്തായാലും ഒരു 10-20 വയസ്സ് ഡിഫറൻസ് ഉണ്ട് റെനയ്ക്ക്. റെന ഇത്രയും ക്യൂട്ട്നെസ് ഓവർലോഡൊന്നും വാരിയിടാറില്ല, കുറച്ച് ഗോഷ്ടി കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ ജിസേൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് ഇവരെല്ലാവരും ജിസേലിന്റെ പിന്നാലെ നടന്ന് ഈ മൊണ്ണ ടീംസിനെ പോലെ പിന്നാലെ നടന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ജിസേലിനെ എന്ത് കൺവിൻസ് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്? അവസാനം പിന്നെയും പറയാ, ആര്യന്റെ അടുത്ത് പോയിട്ട് ഇവരെല്ലാവരും പിന്നെ സംസാരിക്കുന്നുണ്ട്, ആര്യനെ കൊണ്ട് അത് കൺവിൻസ് ചെയ്യിപ്പിച്ച് എന്താണ് സംഭവിച്ചെന്ന് പറയാൻ വേണ്ടി. അപ്പോഴും ആര്യൻ കുറെ ഗോഷ്ടി കാണിക്കുക, അയ്യോ ഞാൻ എനിക്ക് വേദന കൊണ്ടാണ്, എൻ്റെ കാല് വയ്യായിരുന്നു, അങ്ങനെ ഞാൻ കിടന്ന് കരയ എന്നൊക്കെ പറഞ്ഞ് ആര്യൻ കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനുമോളും മനീഷും എല്ലാം വന്ന് ചോദിക്കുമ്പോഴും, ഷാനവാസും ജിസേലും എല്ലാം വന്ന് ചോദിക്കുമ്പോഴും ജിസേല് പറയുന്ന ഡയലോഗ്, ലാലേട്ടൻ വരട്ടെ, ഞാനത് കണ്ടിട്ട് എന്തായാലും കാണിക്കുമല്ലോ, അപ്പൊ മനസ്സിലാവുമല്ലോ, അത് മതി. ദിസ് ഇസ് ജിസേൽ. ഇതാണ് ലൈവിൽ സംഭവിച്ചത്. തെറ്റാരുടെ ഭാഗത്തുനിന്ന് ചോദിച്ചാൽ അത് ആര്യനിൽ തന്നെയാണ്. ആര്യനാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ. ആര്യൻ ശരിക്കും ഒരു അമുൽ ബേബിയാണ്. ആ അമുൽ ബേബി എന്ന് പറയാൻ പാടുണ്ടോ എന്നറിയത്തില്ല, അതൊരു എന്താ പറയാ, ഒരു ഷെയ്മിങ് വേർഡ് ആണോ എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു വ്യക്തിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. പിന്നെ ആര്യനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 2 പേര്, റെനയും ജിസേലും, അവർ 2 പേരും ആര്യനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിനകത്ത് പെട്ടുപോയത് സരികയായിരുന്നു. സരികയ്ക്ക് അത് മനസ്സിലായി. സരിക ആ ഒരു തെറ്റിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അതായത് സരിക പറയുന്നുണ്ട് തെറ്റായി പോയി എന്നുള്ളത് പറയുന്നുണ്ട്. ബാക്കി അത്രയും പേർക്കും അത് ഇറിറ്റേറ്റഡ് ആവും. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇതിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു ലൈഫ് സ്റ്റോറി ഉണ്ട്. അതുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഒരു വലിയ സംഭവം തന്നെയായിരുന്നു ഈ ഒരു രാത്രിയിൽ സംഭവിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ലൈവ് കണ്ടിട്ട് എന്താണ് എന്നുള്ളത് പറയുക. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സീരിയൽ ഗ്രാൻഡ്മ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.